എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 9ാമത്തെ സർഗത്തിലെ 1 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ ശ്ലോകത്തിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ദശരഥനും മന്ത്രിമാരും പുരോഹിതന്മാരും എല്ലാവരും കൂടി ചേർന്നിരുന്നു കൊണ്ട് ഒരു അശ്വമേധയാഗം ചെയ്യാം, അങ്ങനെ പുത്രന്മാരെ പ്രതീക്ഷിക്കാം എന്നാണ്. അത് കഴിഞ്ഞിട്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് 8ാമത്തെ സർഗം അവസാനിപ്പിച്ചത്. 9ാമത്തേതിൽ ആരാണ് ആ യാഗത്തിൻ്റെ മുഖ്യ പുരോഹിതനായിട്ട് വരേണ്ടത് എന്നുള്ളത് സൂതൻ അഥവാ സുമന്ത്രർ പറയണതായിട്ടാണ് പറയണത്. സൂതനായിട്ടും മന്ത്രിയായിട്ടും സുമന്ത്രരെ വിശേഷിപ്പിക്കുന്നുണ്ട്. പല സമയത്തും കുതിരകളെ തെളിച്ചു കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാവാം ഉത്തമനായിട്ടുള്ള മന്ത്രിയുമായിരുന്നു ഈ ദശരഥനെ ആയാലും അതുപോലെ പിന്നത്തെ തലമുറയായിട്ടുള്ള ശ്രീരാമനെ പോലെയുള്ളവരെ ആയാലും അതിനുശേഷം ലക്ഷ്മണൻ്റെ പുത്രനായിട്ടുള്ള ചന്ദ്രകേതുവിനെ ആയാലും ലവനെ ആയാലും കുശനെ ആയാലും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടു നടക്കുന്ന ഒരു മന്ത്രി സത്തമനായിരുന്നു സുമന്ത്രർ. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ മന്ത്രിമാരായിട്ട് കൊണ്ടു നടക്കണമെന്ന് പറയും. അതായത് തലമുറകളായിട്ട് വരുന്ന ബന്ധം അങ്ങനെ വരണവരൊരിക്കലും ചതിക്കില്ല, ഉപദ്രവിക്കില്ല എന്നാണ് അഭിജ്ഞമതം. അപ്പോൾ ആ സുമന്ത്രർ വേണ്ടത്ര ഉപദേശങ്ങൾ ദശരഥന് കൊടുക്കണതായിട്ടാണ് ഇവിടെ പറയണത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. ഏതശ്രുത്വാ രഹസ്സൂതോ രാജാനമിതമബ്രവീത് ശ്രൂയതാം തത്പുരാവൃത്തം പുരാണേ ച മയാ ശ്രുതം. ഇതൊക്കെ കേട്ടിട്ട് ഏതത് ശ്രുത്വ, ഈ പറഞ്ഞ കഥകൾ എല്ലാവരും കൂടി ചേർന്നിരുന്നു കൊണ്ട് തന്നെയാണ് കേട്ടത് പറഞ്ഞത്. അത് കേട്ടിട്ട് എല്ലാവരും കുറേ പേരോടൊക്കെ പൊക്കോളാൻ പറഞ്ഞു. പുരോഹിതന്മാരൊക്കെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് അല്ലെങ്കിൽ തപോവനങ്ങളിലേക്കൊക്കെ പോയി. മന്ത്രിമാരെല്ലാവരും തയ്യാറെടുപ്പിനായിട്ടും പോയി. അതിനുശേഷം അവിടെ ബാക്കി ഉണ്ടായിരുന്നത് സുമന്ത്രരാണ്. സുമന്ത്രരെ ഇവിടെ സൂതനായിട്ടാണ് പറയണത്. സീതയെ കൊണ്ട് കാട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണനും സീതയും കൂടി പോകുമ്പോഴും സുമന്ത്രർ തന്നെയാണ് കുതിരകളെ തെളിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കധികം ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കണം സുമന്ത്രരെ എല്ലാ പണികളും പൊതുവെ ഏൽപ്പിക്കുന്നത്. സൂതനായിട്ടുള്ള സുമന്ത്രർ രാജാനം ഇതം അബ്രവീത്, രാജാവിനോടായിട്ട് ഇപ്രകാരം പറഞ്ഞു. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, അതാണ് ശ്രൂയതാം തത് പുരാവൃത്തം പുരാണേ ച മയാ ശ്രുതം. പുരാണേ മയാ ശ്രുതം തത് പുരാവൃത്തം ശ്രൂയതാം. പുരാണങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതായ ഒരു പഴങ്കഥ, പണ്ട് പറഞ്ഞു വച്ചിരിക്കുന്നതായ ഒരു കഥ, ആരൊക്കെയോ പറഞ്ഞു വച്ചിരിക്കുന്നത്, ആരോടോ പറഞ്ഞു കൊടുത്തത്, അങ്ങനെയൊക്കെ പ്രസിദ്ധിയുള്ളതായിട്ടുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം, കേട്ടാലും. ശ്രൂയതാം. എന്തായിരുന്നു ആ പുരാവൃത്തം? അതാണ് ഋത്വിഗ്ഭിരുപദിഷ്ടോയം പുരാവൃത്തോ മയാ ശ്രുത സനത്കുമാരോ ഭഗവാൻ പൂർവം കഥിതവാൻ കഥാം. ഋത്വിഗ്ഭിരുപദിഷ്ടോയം പുരാവൃത്ത മയാ ശ്രുത. പലരും പറഞ്ഞു കേട്ടിരിക്കണത് എന്നുള്ളത് കൊണ്ട് ഋത്വിക്കുകൾ, ഈ യാഗത്തിൽ പോകുന്ന പുരോഹിതന്മാരുണ്ടല്ലോ, അവരെയാണ് ഋത്വിക്കുകൾ എന്ന് പറയാം. പല ഋത്വിക്കുകളുണ്ട്. ഓരോ വേദങ്ങൾക്ക് ഓരോ ഋത്വിക്കുകളാണ്. ഹോതാവ്, ഉദ്ഗാതാവ്, അതുപോലെ ബ്രഹ്മൻ തുടങ്ങിയിട്ടുള്ള അധ്വർയു, അങ്ങനെ 4 വേദങ്ങൾക്ക് 4 ഋത്വിക്കുകളുണ്ടാവും. അവരൊക്കെ കൂടി ചേർന്നിരുന്ന് വർത്തമാനം പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഋത്വിഗ്ഭിരുപദിഷ്ട അയം പുരാവൃത്ത. ഈ അവരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് മയാ ശ്രുത, ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രമല്ല ഈ കഥ പല ദിക്കിലും പ്രസിദ്ധമാണ്. സനത്കുമാരൻ പറഞ്ഞിട്ടുണ്ട് അത്രേ. ഭഗവാൻ സനത്കുമാര പൂർവം കഥാം കഥിതവാൻ. മുമ്പ് ഈ കഥ സനത്കുമാരൻ ഈ ഋത്വിക്കുകളോടോ പുരോഹിതന്മാരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് കേട്ടറിവുണ്ട്, അവർക്ക് പരിചയമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കേൾക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ അങ്ങേക്കിപ്പോൾ പറഞ്ഞു തരാൻ പോണത്. അതായത് സനത്കുമാരൻ ഒരു കാലത്ത് ഋത്വിക്കുകളോട് പറഞ്ഞു കൊടുത്തതായിട്ടുള്ളൊരു കഥ. അത് ഋത്വിക്കുകൾ പറഞ്ഞിട്ട് സുമന്ത്രർ കേട്ടിട്ടുണ്ട്. ആ കഥയാണിപ്പോൾ പറയാൻ പോണത്. അതെന്താണ് എന്നുള്ളത് ഉപദേശിച്ചതായിട്ടുള്ള കഥ 3ാമത്തെ ശ്ലോകത്തിൽ ആരംഭിക്കുകയാണ്. ഋഷീണാം സന്നിധൗ രാജം സ്തവ പുത്രാഗമം പ്രതി കാശ്യപസ്യ ച പുത്രോസ്തി വിഭാണ്ഡക ഇതി ശ്രുത.
ഇവിടെ പറയണത് സനത്കുമാരൻ പറഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ടാണ് മൂന്നാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയിൽ പറയണത്. സനത്കുമാരൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതായ കഥ ആരോടാണ് പറഞ്ഞത്? ഋഷീണാം സന്നിധൗ ഹേ രാജൻ തവ പുത്രാഗമം പ്രതി, അങ്ങക്ക് പുത്രന്മാരുണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ ആവും, ഇങ്ങനെ ദശരഥന് പുത്രന്മാരുണ്ടാവുള്ളൂ എന്നുള്ള കഥ സനത്കുമാരൻ ഋഷിമാരെല്ലാവരും കൂടിച്ചേർന്നിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സുമന്ത്രര് ഈ കഥ കേട്ടിരിക്കുന്നത് ഋത്വിക്കുകളിൽ നിന്നാണ്. ഋത്വിക്കുകൾ കേട്ടത് പണ്ടെപ്പോഴോ സനത്കുമാരൻ എന്ന് പറഞ്ഞ മഹാമുനി ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായ കഥയാണ്. അദ്ദേഹം ഈ മുനിമാരെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് ദശരഥന് പുത്രന്മാരുണ്ടാവാൻ പോകുന്ന കഥ ഇങ്ങനെയാവും എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ കഥയിലേക്കുള്ള വരവാണ്. അതായത് എന്താ പറഞ്ഞത് എന്നുള്ളത് ഇവിടെ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. അതാണ് കാശ്യപസ്യച പുത്രോസ്തി വിഭാണ്ഡക ഇതി ശ്രുത. കാശ്യപൻ എന്ന് പറഞ്ഞ മഹർഷി അല്ലെങ്കിൽ കാശ്യപ പ്രജാപതി ഒക്കെ ആവാം. കാശ്യപ പ്രജാപതിയുടെ പുത്രനായിട്ട് വിഭാണ്ഡകൻ എന്ന പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. കാശ്യപസ്യച പുത്ര അസ്തി, കാശ്യപന് ഒരു പുത്രനുണ്ടായിരുന്നു. ആ പുത്രൻ്റെ പേരായിരുന്നു വിഭാണ്ഡക ഇതി ശ്രുത. വിഭാണ്ഡകൻ എന്ന പ്രസിദ്ധനായിട്ട് കാശ്യപന് ഒരു മകനുണ്ടായിരുന്നു. ഇനി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനെ പറ്റിയിട്ടാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഋഷ്യശൃംഗയിതിഖ്യാത തസ്യ പുത്രോ ഭവിഷ്യതി സവനേ നിത്യസമൃദ്ധോ മുനിർവനചരസദാ. ആ വിഭാണ്ഡകന്റെ പുത്രനായിരുന്നു ഋഷ്യശൃംഗൻ എന്നു പേരുള്ള മുനികുമാരൻ. ഋഷ്യശൃംഗ ഇതി ഖ്യാത തസ്യ പുത്ര ഭവിഷ്യതി, അതായത് വരാൻ പോണ കാലത്ത് ഉണ്ടാകും എന്നാണ് സനത്കുമാരൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിനെ അതേപോലെ തന്നെ പറയുകയാണ് സുമന്ത്രര്. ആ രീതിയിൽ തന്നെയാണ് വാൽമീകി മുനി മഹർഷി എഴുതിയിരിക്കുന്നത്. അതാണ് ഭവിഷ്യതി എന്ന് പറഞ്ഞത്. അതായത് ഈ കഥയ്ക്കൊരു തുടക്കം വിഭാണ്ഡകനെ വർണ്ണിച്ചുകൊണ്ടാണ്. കാട്ടിലായിരുന്നു ഈ വിഭാണ്ഡകന്റെ താമസം. കാശ്യപന്റെ പുത്രനായിട്ടായിരുന്നു വിഭാണ്ഡകൻ ജനിച്ചത്. ആ വിഭാണ്ഡകന്റെ പുത്രനായിട്ട് ഋഷ്യശൃംഗൻ എന്നു പേരുള്ള ഒരു മുനികുമാരൻ ഉണ്ടായിരുന്നു. ഋഷ്യശൃംഗ ഇതി ഖ്യാത തസ്യ പുത്ര ഭവിഷ്യതി. അതൊക്കെ വരാൻ പോണു എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിട്ട് ആ ഋഷ്യശൃംഗനാകട്ടെ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? സവനേ നിത്യസമൃദ്ധോ മുനിർ വനചരസദ. അദ്ദേഹം മുനിവൃത്തിയിലൂടെ കാട്ടിൽ തന്നെയാണ് വളർന്നു വന്നത്. ഒരിക്കലും അദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ടില്ല. മറ്റാരുടെ ജീവിതവും ഋഷ്യശൃംഗന് അറിയൂല. അതാണ് സവനേ നിത്യസമൃദ്ധ. ആ മുനികുമാരൻ ഋഷ്യശൃംഗൻ കാട്ടിൽ പിറന്നു, കാട്ടിൽ തന്നെ വളർന്നു. അച്ഛൻ തന്നെയാണ് ആ പുത്രനെ വളർത്തിയിരുന്നത്. ഒരു മാൻപേടയിലുണ്ടായ പുത്രനാണെന്നൊക്കെയാണ് പറയണത്. ശിരസിൽ ചെറിയ കൊമ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒക്കെയാണ് ഋഷ്യശൃംഗൻ എന്നൊക്കെ പേര് വന്നത് എന്ന് കഥകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബാലകൻ, അതായത് വിഭാണ്ഡകന് ഒരു സ്ത്രീ സംസർഗം കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഒരു മാൻപേടയുമായിട്ടുള്ള സംസർഗം കൊണ്ടാണ് ഈ പുത്രനുണ്ടായത്. അതോനി ഒരു അപ്സരസാണെന്നും അങ്ങനെ പല കഥകളും കേട്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ മകന് അങ്ങനെ ഒരു സ്ത്രീ സംസർഗമേ ഉണ്ടാവരുത്, അങ്ങനെ ഒരു വൈകാരിക തലം ഉണരരുത് എന്ന് വിചാരിച്ചിട്ട് ആരെയും കാണിക്കാതെ വിഭാണ്ഡകൻ ഋഷ്യശൃംഗനെ കാട്ടിൽ തന്നെ വളർത്തി. ആരും കാണാതെ കാട്ടിൽ തന്നെ വളർത്തുമായിരുന്നു. അതാണ് സവനേ നിത്യസമൃദ്ധ മുനി വനചരസദ. അദ്ദേഹം മുനിവൃത്തിയിലൂടെയും കാട്ടിൽ മാത്രം താമസിച്ചുകൊണ്ട്, നാട്ടിലെ മുനിമാരെ പോലെയൊന്നല്ല, കാട്ടിലെ അതികഠിനമായിട്ട് തപസ് ചെയ്യുന്ന ഒരു മുനികുമാരനായിട്ടായിരുന്നു ഋഷ്യശൃംഗനെ വിഭാണ്ഡകൻ വളർത്തിയത്. അങ്ങനെ ആയിത്തീരും എന്നുള്ള രീതിയിൽ അവിടെ പറയണത്. ആ ഋഷ്യശൃംഗൻ കാട്ടിൽ തന്നെ വളരും, വലിയ കഠിനമായിട്ടുള്ള മാമുനിയായിട്ട് കാട്ടിൽ തന്നെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ സനത്കുമാരൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സുമന്ത്രര് പറയണത്. ഇനി ആ ബാലകന്റെ ഒരു സ്വഭാവത്തിനെ പറ്റിയിട്ടാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയണത്. നാന്യം ജാനാതി വിപ്രേന്ദ്രോ നിത്യം പിത്രനുവർത്തനാത് ദ്വൈവിധ്യം ബ്രഹ്മചര്യസ്യ ഭവിഷ്യതി മഹാത്മന. ആ ബാലകന് രണ്ട് വിധത്തിലുള്ളതായ ബ്രഹ്മചര്യം ഭവിക്കും. അതും ഭാവി കാലത്തിൽ തന്നെയാണ് പറയണത്. അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? നാന്യം ജാനാതി വിപ്രേന്ദ്ര. ആ വിപ്രേന്ദ്രന്, ആ ബ്രാഹ്മണകുമാരന്
വേറെ ഒന്നും അറിയില്ല. വേറെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ കാട്ടിലെ അച്ഛനെ അനുസരിച്ചുള്ള ജീവിതമല്ലാതെ മറ്റൊരു ജീവിതവും അറിയുന്നില്ലായിരിക്കും. ഭാവിയിലാണല്ലോ പറയണത്. അങ്ങനെ ഒന്നും അറിയാൻ സാധ്യതയില്ല. അതിനൊരു കാരണം പറയാണ്, നിത്യം പിതൃ അനുവർത്തനാത്. എന്നും ഒരു പ്രവൃത്തി ചെയ്യാനുള്ളൂ. അച്ഛൻ പറഞ്ഞത് അനുവർത്തിക്കുക, അച്ഛൻ പറയണത് മാത്രം കേൾക്കുക, അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുക. അത് മാത്രമേ ആ ഋഷ്യശൃംഖനെ അറിയുമായിരുന്നുള്ളൂ. അങ്ങനെ നിയന്ത്രിച്ചാണ് വളർത്തിയിരുന്നത്. അതുകൊണ്ട് വേറെ ഒരു വിഷയവും, ഈ കാടിന് പുറത്തൊരു ലോകം ഉണ്ടെന്നോ അവിടെയൊക്കെ മറ്റു മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നോ അങ്ങനെയുള്ള ഒരറിവും ആ ബാലകന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ടും ആ ബാലകന് എന്ത് വരാൻ ഭാവിക്കുന്നുണ്ട്? ദ്വൈവിധ്യം മഹാത്മന തസ്യ. ആ മഹാത്മാവായിട്ടുള്ള വിപ്രേന്ദ്രന് എന്താണ് വരുന്നത്? ബ്രഹ്മചര്യസ്യ ദ്വൈവിധ്യം ഭവിഷ്യതി. അദ്ദേഹം അനുഷ്ഠിക്കുന്ന ബ്രഹ്മചര്യത്തിന് 2 സ്വഭാവം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് ആദ്യമേ തന്നെ പ്രവചിച്ചിരുന്നു. അങ്ങനെയൊക്കെ വരും. ഭാവിയിൽ 2 തരം ബ്രഹ്മചര്യം അദ്ദേഹം അനുഷ്ഠിക്കേണ്ടതായിട്ട് വരും. ഒന്ന് കാട്ടിലും പിന്നൊന്ന് നാട്ടിലും ആയിരിക്കുമല്ലോ. ആ കഥകളൊന്നും വ്യക്തമാക്കിയിട്ടില്ല, പറയാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രമേ ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. 2 തരത്തിലുള്ള ബ്രഹ്മചര്യം അദ്ദേഹത്തിന് അനുഷ്ഠിക്കേണ്ടതായിട്ട് വരുമെന്ന് സനത് കുമാരൻ അന്ന് പറയണ്ടായി എന്ന് ഋത്വിക്കുകൾ എന്നോട് പറഞ്ഞു. ഇതാണ് സുമന്ത്രര് പറയണത്. അടുത്ത ശ്ലോകങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യത്തെ പറ്റിയിട്ട് ഒന്നുകൂടി പറഞ്ഞ് ലോമപാദൻ എന്ന് പറഞ്ഞ രാജാവിനെ പറ്റി കൂടി വർണ്ണിക്കുകയാണ്. നമുക്ക് 6-ാമത്തെയും 7-ാമത്തെ ശ്ലോകങ്ങൾ ഒരുമിച്ച് ചൊല്ലാം. ലോകേഷു പ്രഥിതം രാജൻ വിപ്രൈശ്ച കഥിതം സദാ തസ്യൈവം വർത്തമാനസ്യ കാലസമഭിവർത്തത അഗ്നിം ശുശ്രൂഷമാണസ്യ പിതരം ച യശസ്വിനം ഏതസ്മിന്നേവ കാലേ തുരോമപാദഃ പ്രതാപവാൻ അംഗേഷു പ്രഥിതോ രാജാ ഭവിഷ്യതി മഹാബല. അവിടം വരെ വെച്ചിട്ട് 8-ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരി വെച്ച് നിർത്താനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കഥ തുടർച്ചയായിട്ട് പോവുകയാണ്. ഇങ്ങനെ ഈ 6-ാമത്തെയും 7-ാമത്തെയും ശ്ലോകം അതിൻ്റെ കൂടെ 8-ാമത്തെ ആദ്യത്തെ ഒരു വരിയും കൂടി ചേരുമ്പോഴാണ് അർത്ഥം പൂർണ്ണമായിട്ട് തീരണത്. ബാക്കി കഥകൾ പിന്നെ തുടർച്ചയായിട്ടാണ് വരണത്. ഇങ്ങനെ ലോകേഷു പ്രഥിതം രാജൻ വിപ്രയിശ്ച കഥിതം സദാ. ഈ ബ്രഹ്മചര്യം 2 വിധം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അനുഷ്ഠിക്കുന്നതിൻ്റെ ഇടയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതാണ് ലോകേഷു പ്രഥിതം രാജൻ. അല്ലയോ മഹാരാജാവേ, ഇത് ലോകത്തിൽ പ്രസിദ്ധമായിരുന്നു. ഈ പറഞ്ഞ വിഭാണ്ഡകപുത്രനായിട്ടുള്ള ഋഷ്യശൃംഖന് 2 വിധത്തിലുള്ളതായ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടി വരുമെന്നുള്ളത് വളരെ പ്രസിദ്ധമായിരുന്നു. അത് ബ്രാഹ്മണർ ധാരാളമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതാണ് വിപ്രയിശ്ച കഥിതം സദാ. വിപ്രന്മാരൊക്കെ ധാരാളമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു വിഷയമായിരുന്നു അത്. അങ്ങനെ ഈ 2 തരത്തിലുള്ള ബ്രഹ്മചര്യം വേണ്ടിവരും ഋഷ്യശൃംഖന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തസ്യൈവം വർത്തമാനസ്യ കാലസമഭിവർത്തത. ഇപ്രകാരം അച്ഛനോട് ഉള്ള ബഹുമാനത്തോട് കൂടിയിട്ട് അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ട് കാലം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം വന്നു ചേർന്നു. കാലസമഭിവർത്തത. ആ ഋഷ്യശൃംഖൻ്റെ കാലം, അതായത് ഈ 2 തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാനുള്ള സമയം വന്നു ചേർന്നു. തസ്യൈവം വർത്തമാനസ്യ എന്നുള്ളത് ഷഷ്ഠിയാണ്. അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നർത്ഥം. സതിസപ്തമിയിലെ ഇന്നത്തെ ആ ഒരു അർത്ഥമാണ് പണ്ടത്തെ കാലത്ത് 2 ഷഷ്ഠി വിഭക്തികളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് വന്ന കാലത്ത് അനാദരേ ഷഷ്ഠി, ഒരു ആദരവില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കഷ്ടതരമായിട്ടുള്ളൊരു കഥ പറയുമ്പോഴാണ് ഷഷ്ഠി വിഭക്തി ഉപയോഗിക്കാറുള്ളത്. പിന്നീട് ഇപ്പോൾ ഒക്കെ, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അദ്ദേഹം അങ്ങനെ വളരെ ഭംഗിയായിട്ട് അച്ഛൻ്റെ ഒപ്പം കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലം അങ്ങനെ കഴിഞ്ഞുപോയി. ഉത്തമമായിട്ടുള്ള കാലം ഋഷ്യശൃംഖൻ്റെ സമയത്തിന് ചില മാറ്റങ്ങൾ വരാൻ പുറപ്പെടുകയാണ്. അങ്ങനെ അഗ്നിം ശുശ്രൂഷമാണസ്യ പിതരം ച യശസ്വിനം. അദ്ദേഹം മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ അഗ്നിയെ ശുശ്രൂഷിച്ച്, അതുപോലെ തന്നെ അച്ഛനും യശസ്വിയുമായിട്ടുള്ള വിഭാണ്ഡകനെയും ശുശ്രൂഷിച്ച് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കവേ അഗ്നി ചയനമൊക്കെ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് യാഗാദി കർമ്മങ്ങളും ഹവനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് മറ്റൊരു ചിന്തയും ഇല്ലാതെ കാട്ടിൽ തന്നെ വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോഴാണ് എന്തുണ്ടായത്? ആ കാലത്ത് തന്നെ നാട്ടിൽ എന്താണ്, രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത വരിയിൽ പറയണത്. ഏതസ്മിന്നേവ കാലേതു രോമപാദ പ്രതാപവാൻ അംഗേഷു പ്രഥിതോ രാജ ഭവിഷ്യതി മഹാബല.
അംഗരാജ്യത്ത് പ്രസിദ്ധനായിട്ടൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് രോമപാദൻ അഥവാ ലോമപാദൻ. ലോമപാദ മഹാരാജാവ് എന്നാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഒരേ അർത്ഥത്തിലുള്ള മറ്റൊരു വാക്കാണ് ലോമം അഥവാ രോമം. വാക്ക് കേട്ടാൽ കാലുമയൊക്കെ നിറയെ രോമങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരാളെന്നാണ് തോന്നുക രോമപാദ എന്ന് പറയുമ്പോൾ. അതിന് വേറെ എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ, ലക്ഷണമായിട്ടുള്ള എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ എന്നൊന്നും അറിയില്ല. അംഗരാജ്യത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള രാജാവായിരുന്നു ലോമപാദൻ. അതായത് ഋഷ്യശൃംഗൻ കാട്ടിൽ വളരെ ശുദ്ധഗതിക്കാരനായിട്ട് അച്ഛൻ്റെ പിന്നാലെ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നാട്ടിൽ പുറത്ത് അല്ലെങ്കിൽ രാജ്യത്ത്, അംഗം എന്നു പേരുള്ള രാജ്യത്ത്, അവിടെ ആ രാജ്യം ഭരിച്ചിരുന്നത്, ആ രാജ്യത്തിൻ്റെ ഭാഗം തന്നെ ആവും കാടും വിഭാണ്ഡകൻ്റെ ആശ്രമവും എല്ലാം തന്നെ. എന്നാലും രാജ്യത്തെ കഥയാണ് ഇപ്പോൾ പറയാൻ പോണത്. ഏതസ്മിന്നേവ കാലേതു രോമപാദ പ്രതാപവാൻ അംഗേഷു പ്രഥിതോ രാജ. അംഗം എന്ന് പറയുമ്പോൾ കുറേ പ്രദേശങ്ങളുള്ളത് കൊണ്ടാണ് ബഹുവചനത്തിൽ പറയുന്നത്. ആ അംഗരാജ്യങ്ങളിൽ, അംഗരാജ്യത്ത് വളരെ പ്രശസ്തനും ബലവാനുമായിട്ടുള്ളൊരു രാജാവ് ലോമപാദൻ പ്രതാപവാനായിട്ട് മറ്റുള്ളവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അതിഗംഭീരമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു എന്ന് 8ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിലാണ് അർത്ഥം തീരണത്. അതിൻ്റെ അടുത്ത വരി തസ്യ വ്യതിക്രമാത് രാജ്ഞോ ഭവിഷ്യതി സുദാരുണ എന്ന് പറയുമ്പോൾ അനാവൃഷ്ടി എന്നുള്ള 9ാമത്തെ ശ്ലോകത്തിലേക്ക് കൂടി പോവും. നമുക്കെല്ലാവർക്കും അറിയണ കഥ തന്നെയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ചലച്ചിത്രമൊക്കെ ഉണ്ട്. ആ കഥ തന്നെയാണ്. വൈശാലി എന്ന പേരുള്ള കഥയിൽ പറയണ കഥ തന്നെയാണിത്. ലോമപാദൻ്റെ പുത്രി ശാന്ത അതുപോലെ തന്നെ ആ രാജ്യത്ത് അനാവൃഷ്ടി ഉണ്ടായി. അവിടെ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഋഷിശൃംഗനെ കൊണ്ടുപോകുന്ന കഥയാണ്. അതാണ് ഇവിടെ പറയണത്. സുമന്ത്രര് ദശരഥനോട് പറയണത് അതാണ്. ഈ രാമായണത്തിലൊക്കെ ഉണ്ട്, യാഗം ചെയ്യാൻ ഏറ്റവും പറ്റിയ ആൾ ഋഷിശൃംഗനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറയണ ഒരു കഥ. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഏതശ്രുത്വാ രഹസൂതോ രാജാനമിതമബ്രവീത് ശ്രൂയതാം തത്പുരാവൃത്തം പുരാണേ ച മയാ ശ്രുതം ഋത്വിഗ്ഭിരുപദിഷ്ടോയം പുരാവൃത്തോ മയാ ശ്രുതഃ സനത്കുമാരോ ഭഗവാൻ പൂർവം കഥിതവാൻ കഥാം ഋഷീണാം സന്നിധൗ രാജം സ്തവ പുത്രാഗമം പ്രതി കാശ്യപസ്യ ച പുത്രോസ്തി വിഭാണ്ഡക ഇതി ശ്രുതഃ ഋഷ്യശൃംഗ ഇതി ഖ്യാതഃ തസ്യ പുത്രോ ഭവിഷ്യതി സവനേ നിത്യസമൃദ്ധോ മുനിർവനചരഃ സദാ നാന്യം ജാനാതി വിപ്രേന്ദ്രോ നിത്യം പിത്രനുവർത്തനാദ് ദ്വൈവിധ്യം ബ്രഹ്മചര്യസ്യ ഭവിഷ്യതി മഹാത്മനഃ ലോകേഷു പ്രഥിതം രാജൻ വിപ്രൈശ്ച കഥിതം സദാ തസ്യൈവം വർത്തമാനസ്യ കാലഃ സമഭിവർത്തത അഗ്നിം ശുശ്രൂഷമാണസ്യ പിതരം ച യശസ്വിനം ഏതസ്മിന്നേവ കാലേ തു ലോമപാദഃ പ്രതാപവാൻ അംഗേഷു പ്രഥിതോ രാജ ഭവിഷ്യതി മഹാബല. ആ കാലത്ത് അംഗരാജ്യത്ത് വളരെ പ്രതാപവാനായിട്ടുള്ളൊരു രാജാവ് ഉണ്ടാവും. അവിടെയും ഭവിഷ്യതി എന്നുള്ള വരാൻ പോണ കാലത്തിനെ പറ്റിയിട്ട്, ഭവിഷ്യത് കാലത്തിനെ പറ്റിയിട്ടുള്ള സൂചനയാണ്. വിഭാണ്ഡകൻ മാത്രം വർത്തമാനകാലത്തിലാണ് പറഞ്ഞത്. അപ്പോൾ വരാൻ പോണ കാലത്ത് ഋഷിശൃംഗൻ ഉണ്ടാവും, ലോമപാദൻ എന്നു പേരുള്ള ഒരു രാജാവ് അംഗരാജ്യത്തുണ്ടാവും എന്നുള്ള കഥകളൊക്കെയാണ് സനത് കുമാരൻ പറയണത്. ബാക്കി കഥകൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീ രാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.